രാവിലെ മുതലുള്ള ഏറ്റവും വലിയ പ്രധാന ചർച്ച AICC നിരീക്ഷണമായിട്ടുള്ള മുഗൾ വാസ്തുവിന്റെ കയ്യിലൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ആ ചിത്രത്തിലുള്ളത്. അതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. KCയുടെ താങ്കളുടെ പേരിന് നേരെ KCയുടെ പേര് എഴുതിയിരിക്കും. ആ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു ഇന്റേൺ ഡെമോക്രസി ഉണ്ട്. ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് ഇല്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM ഉം BJP യും. അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. CPM ആണെങ്കിൽ CPM-ന് ഒരു ഒരു സെൻട്രൽ പവറുണ്ട്. ആ ഒരു പവർ സെന്ററിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. BJP-ക്ക് ആണെങ്കിൽ നാഗ്പൂരിൽ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് താഴെ തലങ്ങളിലേക്ക് യാന്ത്രികമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ഞങ്ങളൊക്കെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ അഭിപ്രായത്തെ മതിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവരെല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്റെയും ജനപ്രതിനിധിക്ക് അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ? അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം, കോൺഗ്രസിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആഭ്യന്തര കാര്യമാണ്. അവിടെ വന്നത് ഇന്റേണൽ എക്സസൈസ് ആണ്. ആ ഇന്റേണൽ എക്സസൈസിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ആ പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പുറത്ത് വന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലോ അതെന്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഞാൻ ഇത്ര പറയുന്നു. ആ ചിത്രത്തിൽ എന്താണ് എഴുതിയതെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രയും പറയുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇത് പറയുന്നു. അതൊരു ഞാൻ പറയുന്നത് നിങ്ങൾ ആ പുറത്തു വന്ന ചിത്രത്തിന്റെ വസ്തു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത് അതല്ലെങ്കിൽ എന്താ പറയുക, ഇതെങ്ങനെ ജനാധിപത്യ പാർട്ടിയായി മാറുക? ഈ തെരുവിലിറങ്ങി ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി പ്രകടനം നടത്തുന്നതും അതിന്റെ പരിധിയിൽ വരും. എല്ലാം പാർട്ട് ഓഫ് ഡെമോക്രസി, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അതെല്ലാം നടക്കും, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, വോട്ടർമാർക്കടക്കം വോട്ട് ചെയ്യേണ്ടിരുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഒരിക്കലുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമില്ലാതെ ഈ MLA-മാരുടെ ഒന്നും അഭിപ്രായം ചോദിക്കാതെ ഉള്ളൊരു തീരുമാനം ആണ് വരുന്നതെങ്കിൽ അതല്ലേ സത്യത്തിൽ തെറ്റായിട്ടുള്ള കാര്യം? ഇത് എല്ലാവരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളത് ഒരു വേണമെങ്കിൽ പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് ചെയ്യുക. അത് എല്ലാവരുടെ അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് സൗന്ദര്യം. അതിൽ മറ്റുള്ളവർക്കും അഭിപ്രായം പറയാൻ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. വോട്ട് ചെയ്ത ജനങ്ങളടക്കമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്കൊക്കെ അഭിപ്രായം പറയാൻ ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഈ കോൺഗ്രസ് നേടിക്കൊടുത്ത ജനാധിപത്യ അവകാശങ്ങളല്ലേ ഇവിടെയുള്ളത്? ഈ നാടിന് ഇങ്ങനെ അഭിപ്രായം പറയാനും ഇങ്ങനെ പ്രകടനം നടത്താനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മൈക്കുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം. പ്രകടനം നടത്തുന്നതിലൊന്നും തെറ്റില്ല. എന്ത് തെറ്റ്? ഞങ്ങൾ CPM-മാരെ നടപടിയെടുക്കുന്നതാണ് കരുതിയത്? ഞങ്ങളുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. VS സ്റ്റാൻഡ് എന്നാണ് അതിന്റെ പേര്. ഓർമ്മയുണ്ടോ? പണ്ട് കേരളത്തിലുണ്ടായ പുകലൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. ആ പ്രശ്നമൊന്നും കോൺഗ്രസിലില്ല.